ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ചീരയൊക്കെ ഇത്രയൊക്കെ ആയി, വളം ഇതുവരെ ഇട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ പോയി വളമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് എല്ലാത്തിനും ഇച്ചിരി വളമൊക്കെ ഇടണം. നമ്മുടെ കപ്പയൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് നമ്മുടെ നാടൻ കപ്പ, ഞാൻ വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളതാണ് ഇതിന് മുന്നേ. എന്തെങ്കിലും പുതുതായിട്ട് വന്നവർക്ക് വേണ്ടിയാണ്. ഇത് നമ്മുടെ ഷുഗറുകാർക്ക് കഴിക്കാൻ പറ്റുന്ന സൈസ് കപ്പയാണേ. പിന്നെ നമ്മുടെ കടുക് എല്ലാം കാബേജ് പറിക്കാറായെന്ന് തോന്നുന്നു കേട്ടോ. പറിച്ച് നോക്കണം ഇനിയത്. ഇത്രയും വലിപ്പം വെക്കുള്ളൂ എന്ന് തോന്നുന്നു. വലിയ വളമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ചുമ്മാ ഒരു ഇച്ചിരി ഒന്ന് ചാണകപ്പൊടി ഒന്നിട്ട് കൊടുത്തേ ഉള്ളൂ. അല്ലാതെ വലിയ വളമൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് അറിയത്തില്ല. പിന്നെ നമ്മുടെ മത്തയിലയൊക്കെ തോരൻ വെക്കാനായിട്ട് പറിക്കാറായിട്ടുണ്ട്. തോരൻ വെക്കാൻ പറിക്കൽ മാത്രമേ നടക്കുള്ളൂ, അല്ല ഇത് കാ കിട്ടിയിട്ട് കറി വെക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. അപ്പോൾ അതും എല്ലാം ഒന്ന് പറിക്കണം. മത്തയിലൊക്കെ വേണ്ട മതിലേ കൂടെ മുകളിലോട്ട് കയറി പോന്നു. അതെല്ലാം ഒന്ന് സെറ്റാക്കണം. അപ്പം ഞാൻ ഇനി കണ്ണനെ വിളിച്ചെണീപ്പിച്ച് അവനെ ഇനി ട്യൂഷൻ വിടാനൊക്കെ തുടങ്ങുവാണേ. അവന് എപ്പോൾ വിളിച്ചാലും അവൻ പറയുന്നത് എന്നാണെന്നറിയോ? അവനെ ഞാൻ താമസം വിളിച്ചതെന്ന് പറയും. 8 മണിക്ക് ട്യൂഷൻ, 7:15 ആകുമ്പോഴത്തേക്ക് വിളിച്ചാൽ മതി. പക്ഷേങ്കിൽ എന്നാലും പറയും അമ്മ എന്നെ വിളിച്ചത് താമസിച്ചു, എന്നിട്ട് അവിടെ വന്നിരുന്ന് ഉറങ്ങുകയും ചെയ്യും. അപ്പം ഇനി അവനെ വിളിച്ചൊക്കെ എണീപ്പിക്കട്ടെ. ഇച്ചിരി കൂടെ നേരത്തെ വിളിക്കത്തില്ലായിരുന്നോന്നോ? നിന്നെ ഞാൻ എപ്പം തൊട്ട് വിളിക്കുമെന്ന് നിനക്കറിയാവോ? നിന്നെ വിളിച്ചിട്ട് നീ എണീറ്റോ? ഞാൻ നിന്നെ 7:15 തൊട്ട് വിളിക്കുക. ആണ് സത്യം. നിന്നെ അവിടം വരെ വിട്ടാ പോരെ, കണ്ടത്തിൻ്റെ ഇടം വരെ. എന്നാ നീ എൻ്റെ കണ്ണ 7:30 ആകുന്നതേ ഉള്ളൂ. നിനക്ക് നടന്നു പോകാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. നീ കുളിച്ചോ? അതിന് കുഴപ്പമില്ല, കുളിക്ക്. രാവിലെ വിളിച്ചാൽ എണീക്കുകയല്ല, എന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് വന്ന് ഇവിടെ വന്നിരുന്ന് കുറച്ചും കൂടെ ഉറങ്ങും. എന്നിട്ട് എനിക്ക് കുറ്റവും ഇല്ലേ? വേഗം റെഡിയായി, കണ്ടത്തിൻ്റെ ഇടം വരെ കൊണ്ടുവിടാം. ഞങ്ങൾക്കൊന്ന് കടയിലൊക്കെ പോകണം ഇന്ന്, അതുകൊണ്ട് വേഗം റെഡിയാകും. ഞങ്ങളൊരു നിനക്ക് എപ്പോഴാണ് ട്യൂഷൻ കഴിയുന്ന? എപ്പോഴാണ്? ഒരു കാര്യം ചെയ്, ഫോൺ തരാം, ട്യൂഷൻ കഴിയുമ്പോൾ വിളിക്കാവോ? അവിടെ ഗെയിമും കളിച്ച് നിൽക്കില്ല, നീ സമയം കളയല്ല. എന്നിട്ട് ഞങ്ങൾ അന്നേരം അങ്ങോട്ട് വരാം. വന്നേച്ച് പിന്നെ ഞങ്ങളുടെ കൂടെ ഇങ്ങി പോര്. നീ അവിടെ നിൽക്കണം, ഞങ്ങൾ കടയിലൊക്കെ പോയിട്ട് വരുന്നേരം വരെ. ശരി എന്നാൽ വേറെ റെഡിയാകുക, പല്ല് തേച്ച് ഫ്രഷ് ആകുക, കുളിച്ചാ കഴിക്കാൻ വേഗം ഉണ്ടാക്കി തരാം. എടാ കണ്ണ ഇങ്ങനെ ഇരിക്കാതെ കണ്ണ, പ്ലീസ്. എണീക്കുമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുവാണല്ലോ ചെയ്യുന്നേ. എണീക്കുമെന്ന് പറയുമ്പോൾ എണീക്കണം. നിന്റെ ആരാധകരൊക്കെ കണ്ടുകൊണ്ടിരിക്കുക നിന്റെ മടിയൊക്കെ. ഗീതാൻ്റി പറഞ്ഞ് നിന്റെ നെഞ്ചത്ത് ഒരു ലവ് ചിഹ്നം വരയ്ക്കാൻ. നീ ഗീതാൻ്റിയെ ഓർക്കുന്നു. ഗീതാൻ്റി ഓർക്കാൻ നിനക്കത് വേണോടാ? നിന്റെ മനസ്സിൽ ഗീതാൻ്റി ഇല്ലേ? ഉണ്ടോ ഇല്ലോ എന്ന് പറയാം. ഗീതാൻ്റി കേൾക്കണം. കേട്ടല്ലോ ഗീത ചേച്ചി, കേട്ടല്ലോ ഉണ്ടെന്ന്. എടാ മോനെ പോടാ, കഷ്ടമുണ്ടോ? വന്നിട്ട് കിടന്നുറങ്ങിക്കോ. എടാ സമയം പോടാ കണ്ണ, ഞാൻ അങ്ങ് വരെ വരത്തില്ല. കണ്ണത്തിനിടം വരെ വരത്തുള്ളൂ. വേറെ റെഡിയാകും. അങ്ങനെ ഞാൻ കണ്ണനെ കൊണ്ടുവിടാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ അവിടെ കേട്ടോ. ഇതാണ് ഞങ്ങൾ, അത് വീടാണ്, ഇതാണ് അമ്പലം. ഇത് അമ്പലം. അങ്ങനെ കണ്ണനെ കൊണ്ട് എത്തിക്കേണ്ട സ്ഥലമായി. അവിടേക്ക് ഇനി കണ്ണനെ എത്തിച്ചു കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ട്. ചെല്ല് എന്താ പരിചയമുള്ളൊരു ഓട്ടോ വന്നേ. കണ്ണനെ പിന്നെ അതിലോട്ട് കയറ്റി വിട്ടു. ഇനിയിപ്പോൾ അവനെ സ്റ്റാൻഡിലോട്ട് അങ്ങ് ഇറക്കുള്ളൂ. കണ്ണനെ കൊണ്ടുവിട്ടേച്ച് ഞാൻ വീട്ടിലെത്തി കേട്ടോ. കണ്ടോ കിളി പറന്നു പോയത് കണ്ടോ? അങ്ങ് പോയി കേട്ടോ. കുഞ്ഞുങ്ങൾ ഒരെണ്ണവും കൂടെ വിരിഞ്ഞ് ഇന്നലെ ഞങ്ങൾ കണ്ടായിരുന്നു. കണ്ടോ, 2 പേരായി. ഇപ്പോൾ ഉറങ്ങും കേട്ടോ പാവങ്ങൾ. 2 പേരായി. ഈ മാവേലെ മാങ്ങ ഈ പ്രാവശ്യം മുഴുവനുണ്ടല്ലോ പൊട്ടി പോകുന്നത് എന്നാന്നറിയത്തില്ല. ഇത് കണ്ടോ, ഇതും പോകാനുള്ള മഞ്ഞ കളറായി. ഇതുണ്ട്, ഇത് കണ്ടോ, ഇതുപോലൊരു വര വന്ന് മാങ്ങ കീറി പൊട്ടിപ്പോന്നു. എല്ലാത്തേലും ഉണ്ട് അങ്ങനെ, ഇതേലും ഉണ്ട്, എന്നാന്നറിയത്തില്ല.
ഒത്തിരി പോയി അങ്ങനെ കീറിപ്പൊട്ടി. നിറച്ചും മാങ്ങ ഉണ്ടായിരുന്നു. അതേണ്ട ഇത് കണ്ടോ, വലുതാകുന്നതും എല്ലാം ഇങ്ങനെ കീറിയേച്ച് മഞ്ഞ കളർ അങ്ങോട്ടൊന്ന് പോവാം. ഇവിടെ എല്ലാം മാങ്ങ കിടപ്പുണ്ട്, പക്ഷെ എല്ലാം കിട്ടുമോയെന്നൊന്നും അറിയത്തില്ല. എല്ലാം അതിൻ്റെ ഇടയ്ക്കൊക്കെ പൊട്ടിക്കിടക്കും കേട്ടോ. എൻ്റെ മുല്ലപ്പൂ. TV കണ്ടുകൊണ്ടിരിക്കുകയാണോ? കിട്ടുന്നില്ലേ? എങ്കിൽ നമുക്ക് വേറെ വല്ല വഴി നോക്കാം. ഇതേണ്ട എന്തെങ്കിലും മസമ്പി എടുത്ത് വെച്ചിട്ടേക്കുന്നതുണ്ടോ? അത് എടുത്ത് മാറ്റിയ പോലും ഇല്ല. ഡാവിലെ എന്നാണ് പരിപാടി? ഡാവിലെ നമുക്ക് കടയിൽ പോകണ്ടേ? അച്ചു പണ്ട് വിളിക്കുന്നത് ഡാവിലെ. ഡാവിലെ ആയമ്മേ ഡാവിലെ. കുഞ്ഞിലെ ഓണമെന്ന് ചെറിയ ഡാവിലെ ആയി. ഡാവിലെ ചമ്പം ശബ്ദത്തിന് പറയുന്ന പൂ പറിച്ചാൻ പോകാമല്ലോ. സത്യമാണ് ദീപാച്ചി അതൊക്കെ കണ്ടുപിടിച്ചത്. പുസ്തകം വായിക്കുന്നത് പൂ പറിച്ചാൻ പോകാമല്ലോ. എപ്പോഴാണ് പോകേണ്ട കട? നമുക്ക് രാവിലെ പോവാം, അത് നല്ല. ഉച്ച കഴിഞ്ഞ് പോകാൻ ഭയങ്കര വെയിൽ പോവാ. തന്നെയല്ല ഒരു കാര്യങ്ങൾ പിന്നോട്ട് നടക്കത്തില്ല, വിളക്കത്തിലും ഒന്നും നടക്കില്ല. അത് പറഞ്ഞ 5 മണിയൊക്കെ ആകുമ്പോൾ പോയിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് അതിന് മുമ്പ് താഴെ ദീപുവിൻ്റെ അടുത്തൊന്ന് പോകണം, പിന്നെ ദീപാച്ചിയുടെ അടുത്തൊന്ന് പോകണം. അച്ഛൻ ദീപുവിൻ്റെ കൊടുക്കാണ്ട് പൈസ തന്നിട്ടുണ്ട്, അത് കൊടുക്കണം. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അതെല്ലാം പോയിട്ട് തിരിച്ചു വരുമ്പം വേണം അതെല്ലാം കൊടുത്തേച്ച് കയറി വരണം. എന്നിട്ട് ദീപാച്ചിയുടെ അടുത്തുനിന്ന് ഒരു ആമ്പലും കൂടെ എടുത്തിട്ടുണ്ടാകും. നമുക്കൊരു 9:30 ആകുമ്പോഴത്തേക്ക് ഒരുങ്ങാം. 9:30 അല്ല, 10 മണിയാകുമ്പോൾ ഒരുങ്ങിയാൽ മതി കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നും കാണത്തില്ല കേട്ടോ. ഞാനും അച്ഛനും കൂടെ ഒന്ന് പുറത്തോട്ട് പോവാണ്. കണ്ണൻ ട്യൂഷൻ കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് വരും. പുറത്തുനിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അങ്ങനെ കുറേ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഇന്ന് വീഡിയോയിലൂടെ കാണുള്ളൂ. പറയാൻ പറ്റത്തില്ല ഇനി വന്നു കഴിഞ്ഞ് കുക്കിംഗ് ഉണ്ടോ ഇല്ല. എന്നാലും വലിയ കുക്കിംഗ് ഒന്നും കാണത്തില്ല കേട്ടോ. ചെറുതായിട്ടൊക്കെ നൈസായിട്ടൊക്കെ. അപ്പം വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കടയിലെ കുറച്ച് സാധനങ്ങളെന്ന് പറഞ്ഞാൽ അച്ഛന് ലേഡീസ് സെൻ്ററിൽ ഒന്ന് കയറണം, എനിക്കും കയറണം. പിന്നെ കടയിൽ നിന്ന് ഉച്ചക്കത്തേക്കല്ല വൈകിട്ടത്തേക്ക്. ഇനി ഉച്ചക്കത്തേക്ക് ഇനിയിപ്പം കഴിപ്പൊക്കെ കിടക്കായിരിക്കും. ദോശ അങ്ങനത്തേക്ക് കഴിക്കത്തേ ഉള്ളൂ. അപ്പം അന്നേരത്തേക്ക് എന്തെങ്കിലും മേടിക്കണം. പിന്നെ എന്നാണ് വേറെ കുറച്ച് ആവശ്യങ്ങളുണ്ട്. പിന്നെ ഇവർക്ക് 2 പേർക്ക് ഷാർജ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കൂടെ എനിക്കും വേണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷാർജയൊക്കെ കുടിച്ച് അതിന് രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അച്ഛൻ ഞാനും കഴിച്ചിട്ടില്ല, ഫുഡ് കഴിച്ചില്ല. അപ്പോൾ രാവിലെ ഇത് ഷാർജ കുടിക്കുന്നതുകൊണ്ട് ഞങ്ങളൊന്നും കഴിക്കാതിരുന്നത്. കാര്യം ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. ഉച്ചക്കത്തേക്ക് അച്ഛൻ അതിന് വലിയ ഡയറ്റിംഗ് ഒന്നുമില്ല കേട്ടോ. ഞാൻ രാവിലെ എന്തെങ്കിലും കഴിച്ചു പിന്നെ അതും കൂടെ കഴിക്കുമ്പോഴത്തേക്ക് ബോഡി വെയിറ്റ് പിന്നെയും ഇതായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വേഴാമ്പൽ പിന്നെയും തുടങ്ങിയത് ഭയങ്കര ശല്യമാണ്. വന്ന് കിടന്ന് ആ ജനലയിലിട്ട് കേട്ടോ കൊട്ടുപോയി. ഇതിനെ ഞാൻ തല്ലി കൊല്ലും. അതിൻ്റെ കൂടെ അതിൻ്റെ ഇണയെ കാണുന്നില്ല. എനിക്കൊന്ന് അത് കൂട് വെച്ച് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ ഇരിക്കുമെന്ന് തോന്നുന്നു. വേഴാമ്പൽ അങ്ങനെയുള്ള സമയത്ത് അതിനെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ലെന്ന്. അല്ലെങ്കിൽ ഉപദ്രവിക്കത്തൊന്നുമില്ല കേട്ടോ. ചുമ്മാ ഒരു ദേഷ്യത്തിന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കണ്ണനെ ഒത്തിരി നേരം സ്റ്റാൻഡ് നിർത്താൻ കൊള്ളത്തില്ല. അവൻ ഫോണും കൊണ്ടൊക്കെ വെക്കുന്നത്. അവിടെ നിന്ന് ഗെയിം കളിച്ച് നിൽക്കും. അപ്പോൾ അതിന് മുമ്പേ ഞങ്ങൾക്ക് 10:30 ആകുമ്പോൾ അവൻ്റെ ട്യൂഷൻ കഴിയും. ഇപ്പോൾ 10:30 അച്ചു ഞാൻ റെഡി ആയിട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിട്ടൊക്കെ വരാം. പോകുന്നിടത്ത് വിശേഷങ്ങളൊക്കെ എടുക്കാം. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യം വളം. എന്നെ കുറേ ദിവസം കൊണ്ട് ചേട്ടൻ പറ്റിച്ചുകൊണ്ടിരിക്കുവാണ്. കറണ്ട് പോയതാണോ വന്നാണോ നോക്കിയത്. ചേട്ടൻ കുറേ ദിവസം കൊണ്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഇന്ന് മെഡിസിൻ നാളെ മെഡിസിൻ ഇനി അങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ പോയി വളം മേടിക്കാൻ പോവാണ്. വളം മേടിക്കണം. അങ്ങനെ വളക്കടയൊക്കെ തുറക്കണമെങ്കിൽ 10 മണിയൊക്കെ കഴിയും. അപ്പം അങ്ങനെ എല്ലാം കൂടെ ഒക്കെ ഒന്ന് പോയി ഓടിച്ചാടി കറങ്ങിച്ച് വരട്ടെ. വന്നിട്ട് പിന്നെ വേറെ കുറേ ജോലിയൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ചൊക്കെ വീഡിയോസിൽ വരുത്താൻ പറ്റുന്നതൊക്കെ വരുത്താം കേട്ടോ. അപ്പോൾ പോയിട്ട് വരട്ടെ. പോകാം. 10:30 ആയേ. ഇങ്ങനെ ഞങ്ങൾ രംഗോലി വന്ന് കുറച്ച് സാധനങ്ങൾ ഇന്ന് മേടിക്കുന്നുള്ളൂ കേട്ടോ. അത്യാവശ്യമുള്ളതൊക്കെ അവിടെ ഞങ്ങൾക്ക് കണ്ണനെ കൂടെ കിട്ടി. കണ്ണനെയും കിട്ടി. ഇതാ ഏത് എന്നോട് തലയ്ക്ക് കൈയൊക്കെ കൊടുത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ല, എന്നെ പറ്റി എന്നോട് വലിയ മൂടപ്പ്. അച്ചു ഇവിടെ കണ്ണൻ ഫോണിൽ പരിപാടിയാണ് അല്ലേ അച്ചു? ഞങ്ങളങ്ങനെ DSPയിലെത്തി. ഇവിടുത്തെ ഷാർജ ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങൾ കയറിയതാണ്. അതെല്ലാം കൊണ്ടുവരുമ്പോൾ ഇനി അടുത്ത വീഡിയോ എടുക്കാതെ. അങ്ങനെ ഞങ്ങളുടെ ഷാർജയൊക്കെ വന്നു കേട്ടോ. തുടങ്ങി അവനെ വിശക്കുന്നതെന്ന് പറഞ്ഞു. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഐസ്ക്രീം വിത്ത് ഷാർജയാണ്.
പിന്നെ വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്കുണ്ടല്ലോ അവിടെ പാട്ടൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്നിട്ടോ കോപ്പിറൈറ്റ് ഇടുന്നുണ്ട് പാട്ടൊക്കെ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അല്ലാതെ കുറേ വീഡിയോസൊക്കെ എടുത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ഇവിടെ നിന്ന് ഇത് കഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ പിന്നെയും വീട്ടിൽ വന്ന് കഴിയുമ്പോൾ പിന്നെ ഇത് കഴിക്കാൻ തോന്നും കേട്ടോ ഭയങ്കര ഇഷ്ടം നല്ല തണുപ്പാണ് അതാണ് ഞാൻ പെട്ടെന്ന് മുഖം അങ്ങനെ വെച്ചത് പിന്നെ ഐസ്ക്രീമിന് തണുപ്പല്ല അത് പിന്നെ ചൂട് കിട്ടും അല്ലേ അപ്പം കണ്ണനും ഇഷ്ടമാണ് അച്ഛനും ഇഷ്ടമാണ് ഞങ്ങൾക്ക് 3 പേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങുമ്പോഴത്തേക്കെല്ലാം ഞങ്ങളിവിടെ വരും ഞാനില്ലാതെ ഇവർ വരുമ്പോൾ ചേട്ടൻ ഇവരെ കൊണ്ട് ഇവിടെ മേടിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഇനി കഴിച്ചിട്ട് നേരെ ഇനി ഞങ്ങൾ ദീപാച്ചറൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ആ ഞാൻ ആദ്യം ഓർത്തിരുന്നു നമ്മൾ പിസിലോതിയാന്ന് വിചാരിച്ച് എടുത്തെറിയും ഞങ്ങൾ ഭിത്തിയെ സ്റ്റിക്കറാക്കും പറഞ്ഞേക്കാം ചോദിക്കാത്ത എനിക്ക് കണ്ണനുണ്ട് ഇത് കഴിഞ്ഞ ദിവസം എന്നെ കണ്ണൻ ഞാൻ കയറി ഒറ്റ പേടിപ്പിരുന്നേനെ ബിയാച്ചി കിടക്കും നന്ദൻ ഇല്ലാത്തോണ്ട് ഈ ഊഞ്ഞാലൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു ആണോ ചക്കിപ്പാ അതിനോട് തിരുത്തുകയല്ലേ അല്ലേ മോനെ കുഞ്ഞ് ഇത് ഇപ്പഴേ ഉള്ളു വേണ്ട അങ്ങോട്ട് നോക്ക് ഇപ്പൊ പറഞ്ഞ ഉടനെ അച്ചു ഒതുങ്ങി എടുത്ത് കണ്ണ ഒതുങ്ങി എടുക്ക ഉടനെ പറയും കണ്ണ അതങ്ങോട്ട് എടുക്കാം ഞങ്ങളൊക്കെ പ്രായമായി അല്ലേ ദീപാച്ചി മക്കളായി കല്യാണം കഴിച്ച് പിള്ളേരായി കഴിഞ്ഞാൽ പിന്നെ കണ്ണടി നീ ആണെങ്കിലോ എന്നെല്ലാം കിടന്ന് പറയും എന്നെ അയ്യോ അച്ഛപ്പ ഭയങ്കര ഭരണം എന്നെ ആ എല്ലാം അതിന്റെ പുറകെ പാത്തിരിക്കുവാണേ ഈ ഊഞ്ഞാലുള്ളതുകൊണ്ട് ഒന്നിനെയും കാണത്തില്ല ശോ നന്ദനില്ലാത്തൊരു ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടല്ലേ അച്ചു ഒരുപാട് പേര് കുറവുള്ള പോലെ തോന്നുന്നു ആമ്പലൻ്റെയോ എൻ്റെ മുഴുവൻ അഴുകിപ്പോവാ നീ എനിക്കൊരു ചെരുപ്പുണ്ടായിരുന്നു ആ മഴയുടെ ലക്ഷണം മഴക്കാറുണ്ടേ അമ്പൽപ്പൂ എനിക്ക് ഗപ്പി അതിനകത്ത് ഒത്തിരി വിരിഞ്ഞു ആ ഇതിനകത്ത് എല്ലായിടത്തും ടാങ്ക് കിട്ടും ഇലയൊക്കെ എങ്ങനെയാ വരുന്നത് പായലും ഇഷ്ടം പോലായി ആ ആരാ കണ്ണനാണോ അവിടെ ഇറങ്ങിയിരിക്കണേ എൻ്റെ കൂടെ പോയി തൂക്കാടാ ഈ ചെറുക്കനെ കൊണ്ട് ചെറുക്കനെ കടിച്ച് പെറുക്കി എല്ലാം ചെയ്യും ദീപാച്ചി എനിക്കങ്ങ് വേദന ആ മീനയല്ല നിക്കേ എടാ ഒരു ഇല ഇങ്ങെടുത്തേടാ ഒരു ഇല എവിടെ ഇനി പരിസരത്തോട്ട് വന്നേക്കല്ലേ എത്ര തായി തന്നു നീ സത്യം പറഞ്ഞാലേ തരുവോ ഞാൻ ആ താമരയുടെ ഇത് മേടിക്കുമ്പോ നിനക്ക് തരാടി ഞാനേ താമരയുടെ ഇത് മേടിക്കുമ്പോ നിനക്ക് തരാം ആ എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനമൊക്കെ കഴിയുമ്പോഴേ നിനക്ക് ഞാൻ താമരയുടെ എന്നാളെ എനിക്ക് യൂട്യൂബിലുണ്ട് ഒരു പുള്ളിക്കാരിയുണ്ട് ഹരിത ഗാർഡൻ എന്ന് പറഞ്ഞ് അവിടെ നല്ല രസമാണ് കേട്ടോ അവിടെ നിന്ന് എനിക്ക് കുറേ തൈകളൊക്കെ മേടിക്കണം അപ്പം നിനക്ക് അതിൽ നിന്ന് ഏർപ്പാട് തരും ആണ്ട് ഒരു മൊട്ട് വെള്ളത്തിൽ കിടക്കുന്ന മൊട്ട് മേളിലോട്ടിടും വേണ്ട അവിടെ അവിടെ അങ്ങേ അറ്റത്ത് നീ ഉണ്ടോ ആ ആണോ അതിനകത്ത് അരിയില്ലേ ആണോ താമരയുടെ തോന്നല്ലേ പൂവിനകത്ത് അരി വരുന്നത് യോ പശുവിനെ കൊണ്ടുവന്നു ഞാൻ പശുവിന്റെ അരച്ച് ആ അതിന് അയ്യോ എന്നാ കഴിഞ്ഞ ദിവസം എൻ്റെ മൊത്തം വെള്ളം പോയി മീൻ പോയിട്ടില്ല ഞാൻ നോക്കിയായിരുന്നു ഈ പേഴ്സിങ് എടുത്തതിൻ്റെ ഇവിടുന്ന് ഓക്കെ അല്ല ഇത് പിടിച്ചാലും മതി സൂത്രം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇനി കൊണ്ടുപോകാനായിട്ടില്ല കൊണ്ട് ഇനി ഈ വഴിക്ക് വന്നേക്കല്ലേ നിങ്ങളുടെ അമ്മ എന്നോട് പറഞ്ഞിരി ചക്കി നന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വല്ലതൊക്കെ പറഞ്ഞാൽ അല്ലല്ലോ ഒന്നേ ഉള്ളു പണ്ട് ധന്യേ അല്ല ധന്യേ മീനാക്ഷി ജാനി ഉണ്ണിക്കുട്ടൻ എല്ലാം ഉണ്ട് ശ്രീകൃഷ്ണജയന്തിക്ക് അവിടെ അവർ വന്നേ കൃഷ്ണനായിട്ട് പിള്ളേരുടെ അപ്പം ഞാൻ ആ കാറ് കയറ്റിയിടുമായിരുന്നു ഇങ്ങോട്ട് ഇതെല്ലാം അതിനകത്ത് വലിഞ്ഞു കയറിയേ ആ ചെറുക്കന്മാർ അങ്ങോട്ട് വന്നിട്ടുണ്ട് ചോദിച്ചു ചേച്ചി ശ്രീകൃഷ്ണജയന്തിക്ക് പിള്ളേരുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞ് ഡോറ് തുറന്ന് ഓരോന്ന് അതിനകത്ത് ഇറങ്ങുവാണേ ആ ചെറുക്കന്മാരങ്ങ് ചിരി ഞാൻ പറഞ്ഞു ഇതല്ല എൻ്റെ അല്ല എന്ന് പറഞ്ഞു
ആദ്യം കണ്ണന്, അച്ചു, ജാനി, മീനാക്ഷി എല്ലാവരും ഉണ്ട്. അതില്ലേ ഉണ്ണിക്കൊണ്ട് പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. ഇത്രയും എണ്ണം അതിനകത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് ചെറുക്കന്മാരങ്ങ് ചിരിയോടി ചിരി. അവർ ഓർത്തിനെന്നറിയാം എല്ലാം എൻ്റെ ആന്ന്. എന്നാ പിന്നെ ഞാൻ ആരായിരുന്നേനെ. ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വന്നു കേട്ടോ. വന്ന് കഴിഞ്ഞിട്ട് കണ്ണന് വിശക്കുന്ന കുറേ നേരം ഞങ്ങൾ വന്നിട്ട് കൊച്ചച്ഛൻ്റെ ഒക്കെ വേണ്ടി ഇരിക്കുമായിരുന്നു. അവിടെ നിന്ന് കുറേ നേരം സമയം പോയി. അവളോട് വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നാന്നേ സമയമൊക്കെ പോയി. ഇനി കണ്ണന് കഴിക്കാനുള്ളതും കൂടെ ഉണ്ടാക്കി കൊടുക്കട്ടെ. അത് വിശക്കാൻ രാവിലെയും വലിയായിട്ട് കഴിക്കാതെ പോയല്ലേ. ദോശയും സാമ്പാർ വേണം. സാമ്പാർ ചൂടാകാൻ വെച്ചേക്കുന്നതാണേ. ഭയങ്കര ചൂട്, ദൈവമേ ഭയങ്കര ചൂട്. കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ കടയിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു. ഇന്നാ പോക്ക് നടന്നത്. കണ്ണന് കനം കുറഞ്ഞ ദോശ മതി. എന്നാ ചൂടാണോ എനിക്ക് വയ്യ, സഹിക്കാൻ പറ്റുന്നില്ല. കണ്ണന് ഭയങ്കര ഇഷ്ടം. ഒത്തിരി സാമ്പാർ ചൂടാക്കുന്നില്ലേ, അവന് തണുത്ത സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ നെറ്റി കൂടെ എല്ലാം ഒഴുകുക. സിന്ദൂരം എല്ലാം ഒഴുകി മൂക്കേ വന്നു. തണുത്ത സാമ്പാർ മതി. ഡോറടച്ച് ഡോറടയ്ക്ക് അവിടുത്തെ സൗണ്ട് ഇങ്ങോട്ട് വരും. ഡോറടയ്ക്ക് അവിടുത്തെ സൗണ്ട്. എനിക്ക് തണുത്ത സാമ്പാർ ഇഷ്ടമല്ലേടാ. തണുത്ത സാമ്പാറുണ്ടോ? ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കുണ്ടല്ലോ റോഡിൽ ഭയങ്കര സ്റ്റൈലൊക്കെ ആയിട്ട് ഇങ്ങനെ കൈയൊക്കെ കമ്പി വെച്ച് നിൽക്കുന്നത്. ഇപ്പൊ അതൊന്ന് 10-20 വയസ്സൊന്ന് ചെറുക്കൻ എങ്ങാണ്ട് ജോലിക്ക് പോയിട്ട് വന്ന് നിൽക്കുമെന്ന് തോന്നുന്നു. പിള്ളേരൊക്കെ വായി നോക്കി നിൽക്കുമല്ലായിരുന്നടാ ഞങ്ങൾ വരുന്നിടം വരെ. വരുന്ന ഒത്തിരി സമയം കിട്ടി വായി നോക്കാനായിട്ട്. ഇപ്പം 10:30 ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 10:45. ഇപ്പം വിളിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എന്നാന്നറിയാം അവൻ അത്രയും നേരം വായി നോക്കാൻ പറ്റും. ആരോട്? ബോയ്സോ? ആരാ കടന്നത്? ബോയ്സ്? ഏത് ബോയ്സിനോട്? ഏത് ഫ്രണ്ടിനോട്? കേട്ടാ ഇവന്റെ കള്ളച്ചിരി കണ്ടോ? എന്റെ കള്ളച്ചിരിയിലുണ്ടല്ലോ. നിന്റെ കള്ളച്ചിരി എല്ലാം ഗീതാണ്ടി കണ്ടുപിടിക്കുന്നുണ്ടോ? കണ്ണനെ വെച്ചൊക്കെ കുഞ്ഞായിരുന്നപ്പം കഴിക്കാൻ കൊടുക്കുന്ന പാത്രമായിരുന്നത്. ആ പാത്രം അങ്ങനെ താഴെ വിടാക്കി നിൽക്കിട്ട് തരികയും ചെയ്യുന്നില്ല. ആഹാരം കഴിക്കാൻ കൊടുക്കാൻ പാത്രം ഇട്ട് ഇങ്ങനെ കാണിക്കുന്ന എനിക്ക് കാണുന്ന ദേഷ്യമാണ്. പേടിച്ചു പോയി തന്നെ സൗണ്ട്. നടക്കുവല്ലോ ഉണ്ടാക്കുക. ഈ കുപ്പിയിൽ ഒരു സ്ഥലം പോലും വെള്ളം വെച്ചില്ല. തരാം. ചില വെള്ളം പോലും പെറ്റതള്ളക്ക് തരികയല്ല. കണ്ടോ? ഇപ്പൊ അവിടെ വെച്ചതേ ഉള്ളൂ. ആരും വെള്ളം ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. ഇല്ല നിനക്ക് തോന്നുന്നിരിക്കും. ഞാൻ കുടിച്ചിട്ട് എനിക്ക് സാധാരണ ചെറിയ എന്നേലും ഒരു വ്യത്യാസം വന്ന് പെട്ടെന്ന് അറിയുന്നതാണ്. വെള്ളം മുട്ടായി അതെല്ലാം തിന്നേച്ച് വന്നേക്കുന്നില്ല. അതുകൊണ്ടാണ്. തരപ്പെട്ടെ മാങ്ങ മുറിച്ചത്. ആര്? അത് ഇത് ഈ സിനിമക്കകത്തെ പാട്ടാ. തെന്മങ്ങത്തെ
ചൊല്ലുമോ കാക്കതിൻ കൂട്ടി. എന്നാ നീ പാടണോ നല്ലതായിട്ട്? ഓ ദൈവമേ, ഈ ചൂടത്തിന് എങ്ങനെ മുന്നോട്ട് ഓരോ ദിവസങ്ങൾ പോകും? ഷോളൊക്കെ നീ കണ്ടില്ല, ഷോൾ നീ കിടക്കുവാനും തോക്കും. അതുപോലെ നമ്മളുണ്ടല്ലോ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ മഴ ഇച്ചിരി അങ്ങോട്ടൊന്ന് പെയ്ത് ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കണ്ടല്ലോ, നമുക്ക് പാടാൻ അറിയത്തില്ലേലും നമ്മൾ അവിടെ നിന്നൊന്ന് പാട്ട് പഠിക്കാം. മഴയ്ക്ക് നല്ല ശക്തി ഉണ്ടാവില്ലേ കണ്ണ? നീ ആയിരുന്നു അച്ചുവായിരുന്നു കഴിഞ്ഞ ദിവസം. ആ അച്ഛനോട് ചോദിച്ചാൽ മതി, നമ്മൾ പാടിയാൽ മതി. വലിയ ശരിക്കൊന്നും പാടൊന്നുമില്ല, ചുമ്മാ പാടിയാൽ മതി, അറിയാവുന്നവരൊക്കെ അങ്ങ് പാടിയാൽ മതി. ആ മഴയ്ക്ക് ശക്തി കൂടും. മഴ പെയ്യും. ഇല്ലില്ല, പെയ്യും. ഭയങ്കര ശക്തി പെയ്ത് കഴിഞ്ഞ ദിവസം ഞാനും അച്ഛൻ കൂടെ ചിരിച്ചിരിച്ചങ്ങനെ ഇടപാട് വെച്ച് മഴയുടെ ശക്തി കുറഞ്ഞു വരുമ്പോഴത്തേക്ക് ഞാൻ പാട്ട് പാടും. മഴ പിന്നെയും ശക്തി കൂടും. അത് കഴിഞ്ഞ് പിന്നെയും മഴയ്ക്ക് കുറഞ്ഞു വരുമ്പോൾ പാട്ട് പാടും. പിന്നെ ശക്തി കൂടും. ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു മിണ്ടാതിറങ്ങാൻ. ചെറുതായിട്ട് ഫാനിട, ഒത്തിരി സ്പീഡ് ഇടല്ലേ, തീ അണഞ്ഞു പോകും. പൊൻകുട്ടി നിന്നെ പോലെ കാറ്റുമതിലേറ്റു ചൊല്ലി. എനിക്ക് വയ്യേ, എന്റെ മുഖം എല്ലാം കൂടെ നിനക്ക് എത്രനോട് വേണം? എന്നിട്ട് നീ അങ്ങോട്ട് പോയി ഞാൻ കൊണ്ടുതരാം. ഇങ്ങനെ കളഞ്ഞൊക്കെ തിന്നാതെ അവളോട് സൗണ്ട് കുറയ്ക്കാൻ പറ. സൗണ്ട് ഇങ്ങോട്ട് വരും. സൗണ്ട് കുറയ്ക്കാൻ. നീ എന്നെ ദോശയില്ലാതെ എവിടെ പോയതാടാ? പൊട്ടനെയൊക്കെ എന്നാ ചെയ്യണോ? നീ എന്നെ എടുക്കാൻ പോയതാ അപ്പുറത്തോട്ട്? ചുമ്മാ മനസ്സിൻ താഴെ എന്നാടി ദോശ ആണോ? ബിൾസ് ബിൾസ് ഇങ്ങി ബാ തരാം. ഇവിടെ വന്നിരിക്കും. കണ്ണന് 2 ദോശയോടെ മതിയോ? എടി അവന് 2 ദോശയോടെ മതിയോ എന്ന് ചോദിച്ചേ. ചുമ്മാ ഉണ്ടാക്കി വെച്ച് കളയല്ല. ഡി അവനോട് ചോദിക്കടി. ഈ 2 എണ്ണോടെ കഴിച്ചാൽ ഇവിടെ വേറെ ആരും ഇല്ല കഴിക്കാൻ. പഞ്ചസാര ഇട്ട് നിനക്കും പുളിച്ച മുട്ട എടുക്കുന്നു. രണ്ടെണ്ണം എടുക്ക. അല്ല, അവന് ഒരെണ്ണം നിനക്കും ഒരെണ്ണം. അങ്ങനെ മതി. എടി കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോ ഞാൻ പാട്ട് പാടി മഴയ്ക്ക് സെറ്റ് കൂട്ടിയില്ലേടി? മഴ പോയില്ലേ? സത്യസന്ധമായിട്ട് പറ. നമ്മള് സിറ്റ് ഔട്ട് ചെയ്യുന്നപ്പോഴത്തേക്ക് എന്റെ പൊന്നോ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കേ. അപ്പൊ ഇവനുള്ള പാത്രം അയ്യോ കുരുമുളക് പൊടി ഇല്ല, കുരുമുളക് മേടിച്ചില്ലായിരുന്നു. എന്നാ അയ്യപ്പ ആദ്യം പറഞ്ഞതിന് പ്രസക്തിയില്ല. ഇതിപ്പോ വിൽക്കാനും ഞാൻ കഴിക്കാം. അപ്പൊ പിന്നെ പ്രശ്നം തീരുവേ. അടുത്തത് ഞാൻ കഴിച്ചാലോ? അങ്ങനെ മുഴുവനും ഞാൻ കഴിച്ചാലോ? അപ്പൊ പിന്നെ മിണ്ടാണ്ടിട്ട് പൊക്കോളൂല്ലോ. എന്നിട്ട് തന്നെ ഉണ്ടാക്കി തിന്നോളൂല്ലോ. അപ്പൊ പ്രശ്നം തീരുന്നേ.
മുട്ട പൊട്ടും. മുട്ട പൊട്ടിയാൽ എങ്ങനെ കുഴപ്പം? ഈ ഉണ്ണി പൊട്ടിക്കാതെ അങ്ങ് അതോടുകൂടിയാണോ നീ വിഴുകുന്നത്? പൊട്ടിച്ചല്ലേ വിഴുകുന്നത്? ഇല്ല, പിന്നെ പൊട്ടിക്കാതെ ആണോ? എന്നൊക്കെ ഈ ചൂടോടെ ഇട്ട് തരാം. കൊച്ചു അവളെ അടുത്തത് ഇത് അച്ഛനും കൊടുക്കാന്നല്ലേ. രാജഹംസമേ മഴവിൽ കുളിരിൻ സ്നേഹദൂതമായി. ഇവിടെ എടുത്തു കൊടുത്ത പൊട്ടരുത്, പൊട്ടിയാല് അത് വേണ്ട. ഇത് നനഞ്ഞില്ല. പിള്ളേരെ എന്നെ കൂടെ ഒന്ന് അറപ്പിക്കും വന്നിരുന്നേച്ച്. എന്റെ കാര്യം ഉറപ്പാണേ, നോക്കണേ. ഇല്ല, പൊട്ട് ഞാൻ ചട്ടം വെച്ച് കഴിപ്പിച്ചേക്കുന്നുണ്ട്. എന്നാ കുത്തി പൊട്ടിക്കില്ലേ? ഉപ്പ് എവിടെ ഇരിക്കണേ? ചേട്ട ഉത്തേച്ചെടുക്കപ്പോ പിന്നെ പൊട്ടാതെ കൂടി ഇടത് മണം വരുന്നത്. അയ്യോ, ഞാനല്ലേ ഇവിടെ ഓരോ തയ്യോ ഇതിന്റെ ഉണ്ണി മിക്കവാറും പൊട്ടും കേട്ടോ. ഞാൻ മനഃപൂർവ്വമല്ല, ഇത് അതിനേക്കാ ചെറുതായിരുന്നു മുട്ട. അല്ല, ഈ മുട്ടത്തോട് പറയുന്നത് മുട്ട നോക്കാം. കുഞ്ഞിമണി ഇതെന്തോ ഒന്നുമില്ല, ഞാൻ ഒന്നും ചെയ്തില്ല. അന്ന് ഇതാവണ്ടേ, സെറ്റാണ്ടേ. അതല്ല, ഞാനിവിടെ ആയതുകൊണ്ടാണല്ലോ. കഴിക്കും അമ്മേ, ഞാൻ പറഞ്ഞു കൊടുക്കും. ഒരു ഇഞ്ചക്ഷന്റെ കുറവുണ്ട്. ഞാൻ മിണ്ടത്തില്ല എന്ന് വിട്ട് വിടത്തില്ല. അപ്പനെ കടിക്കണ്ടല്ലോ, എന്നെ മാത്രമേ കടിച്ചു. കടിക്കാൻ പറ്റില്ല, അമ്മയുടെ അച്ഛന്റെ കൈ കടിച്ച കടി കിട്ടുന്നില്ല. പിന്നെ അതല്ല, എനിക്ക് അപ്പനും അമ്മയൊന്നും ഇല്ലാത്തോണ്ടല്ലേ നീയൊക്കെ കടിച്ചൊക്കെ പറിക്കുന്നതല്ലേ. എനിക്ക് ശരിക്കും തോന്നുന്നു കേട്ടോ, എനിക്ക് എന്റെ മേല് തോന്നുന്ന മാത്രം ഇഷ്ടമല്ല കേട്ടോ. പൊട്ടിച്ചു തരൂടെ? എന്റെ കയ്യിലെ രോമം എല്ലാം കത്തിപ്പോയി. തീ ഓഫ് ചെയ്തില്ലായിരുന്നു. കെട്ടാ നാട്ടോ രോമം കത്തിക്കാൻ. എന്തോ വലിയ രോഗമായിരിക്കും, ശ്രദ്ധിക്കാൻ നിന്ന്. ഞാൻ പോവാ. എല്ലാവർക്കും ഇനി ഒന്നും വേണ്ടല്ലോ, എന്റെ അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? അച്ചു, ആർക്കും ഇനി ഒന്നും വേണ്ടല്ലോ. സ്പൂണല്ലേ ആയിരിക്കും, സ്പൂൺ ആരും കൊണ്ട് വെച്ചേക്കുന്ന ഇവിടെ സ്പൂൺ ഉണ്ട്. ഈ മാവ് ഇനി കൊച്ചു പാത്രം എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാം, കുറച്ച് മാവേ ഉള്ളൂ. പൊട്ടിയോ? ഒരു കുഴപ്പമില്ല, എന്നെ കടിച്ചു കുറച്ചില്ല, അതിന്റെ ശിക്ഷയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ. വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാവേ. ഞാൻ ആകെപ്പാടെ വേർത്ത് കുളിച്ച് നനഞ്ഞ് കുതിർന്ന് നിൽക്കുവാണ്. സിന്ദൂരമല്ല ഇനി വന്ന് മൂക്കെ വരെ വന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഓരോ എന്നും മന്ത്രത്തോട് പറയുന്ന പോലെ തന്നെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ തന്നെ എല്ലാവർക്കും പറയാനുള്ളൂ, ചൂടാണെന്ന്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ. അപ്പം ഞാൻ ഇനി ഇതൊക്കെ എടുത്ത് വെക്കുകയൊക്കെ ചെയ്യട്ടെ. ഒരുത്തൻ പൊട്ടാതെ കഴിച്ചതാ മോനെ, വിഴുങ്ങിയോ? എടാ ഇതാണടാ വലിയ ആള് കളിച്ചുള്ള കുഴപ്പം. അവനത് പൊട്ടി എന്നെ വെച്ചേക്കല്ലെന്ന് പറഞ്ഞു. ഇപ്പൊ വേണ്ട പൊട്ടിച്ച് തന്നെ തിന്നുന്നത്. ആർക്കട്ടെ, ഞാനല്ലല്ലോ, നീയല്ലേ പൊട്ടിച്ചത്. അതിന് എന്നെ തല്ലാൻ വരുന്നതിന് അതിന് കണ്ണ